ഹലോ ഗൈസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂറാണ്. അപ്പോൾ നമ്മൾ ടൂറ് പോണ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി, പിന്നെ കുറേ സ്ഥലത്ത് പോകാൻ. അപ്പോൾ നമുക്ക് നാളെ വെളുപ്പിനാണ് ടൂറ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ കിടന്നുറങ്ങുക, നാളെ എണീക്കുക, പിന്നെ കുളിക്കുക. നമ്മൾ അങ്ങനെ പ്രഭാത കർമ്മങ്ങളില്ല ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോകുകയാണ്. ഏതാണ്ട് ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉറങ്ങിയിട്ട് കാണിക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പഴനിയാണ്. ഓക്കെ. അപ്പോൾ അതെ നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ അവിടെയുള്ള വ്യൂ ആണ് കാണുന്നത്. നടന്നു പോകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. ഐസ്ക്രീം കൂടെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഇട്ട്. ഇവിടെ അതൊക്കെ നോക്കണമല്ലേ, കൊള്ളാല്ലേ. അതെ, ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പം അതിപ്പോൾ അവിടെ കഞ്ഞി കുടിക്കാൻ പോകണാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ട, അത് കാണുന്നത് അടിയിൽ കൊക്ക കേട്ടാ. അതെ, അടിയിൽ കണ്ട അത് കൊക്കയാണെന്ന് തോന്നുന്നു. കൊക്ക ഇരിക്കുള്ളു. ഇതാണ് അവിടത്തെ വ്യൂ കണ്ടത്. അതെ, ഇവിടെ കണ്ട ഫുള്ള് നമുക്ക് നോക്കിയാണ് ഓരോ തെങ്ങ്. ഇതാണ് മൊത്തം തെങ്ങും കാണുമല്ലേ. അത് തന്നെ ഗൈസ്. അതെ, ഇനി നമ്മൾ അടുത്ത ഇങ്ങോട്ടാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൃഗശാലയിലേക്കാണ്. തൃശ്ശൂർ സൂവിലേക്കാണ് പോകുന്നത്. അങ്ങനെ അങ്ങനെ നമ്മ അപ്പൊ അങ്ങോട്ട് പോണ കേട്ടാ. ബസ് താഴത്ത് കിടക്കുകയാണ്. ബസ് അവിടെ നിന്നും കുറെ അങ്ങോട്ട് ഇച്ചിരി മാറിയ കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്തോട്ടെ. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അത് തന്നെ. അതൊക്കെ പുതിയ വീഡിയോ ഒക്കെ പറയാൻ പറ്റുള്ളൂ. അതെ, പെട്ടെന്നായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ഒരു മല ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുക്കാൻ മറന്നു. ഓക്കെ. അപ്പൊ നമ്മൾ സൂവിലെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മുടെ സൂവിന്റെ അവിടെ ഒരു ചേട്ടൻ ആമ്പല് പറിക്കട്ടെ. അപ്പൊ നമ്മ സൂവിൽ കയറുമ്പോഴത്തേക്ക് ആ ചേട്ടൻ പറിക്കുന്നുണ്ട്. നമ്മ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇരുന്ന് അതിന്റെ ചീത്ത ഇലയൊക്കെ പുഴുക്കേടൊക്കെ ഉള്ള മുറിച്ച് കളയും. അപ്പൊ അതെ, നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ ടിക്കറ്റിന്റെ വില ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ അതെ, ഇത് ഞാൻ എത്ര നേരം അവിടെ ഞങ്ങൾ ഇന്നത്തേക്കും ചുമ്മാ വ്യൂവിൻ്റെ ഇതെടുത്തതാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഞാൻ ടിക്കറ്റ് വില കാണിച്ചു തരാം. അപ്പോൾ അതെ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം, നിങ്ങൾ വായിച്ചെടുത്തോട്ടോ. അതെ, നിങ്ങൾ പോസാക്കി നിർത്തിയിട്ട് വായിച്ചെടുത്താലും മതി. ഇതേ പിള്ളേർക്ക് അത്യാവശ്യം 20 രൂപ ഉണ്ട്. അതായത് 12 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ എടുക്കും. 12 വയസ്സിന് പൊക്കത്താറുള്ളവർക്ക് നല്ല പൈസ, ഒരു 80 രൂപയ്ക്ക് വരും. എന്തൊക്കെ 80 രൂപ വരും. ഇനി നമ്മൾ അവിടെ ആദ്യം ചെന്നപ്പോൾ തന്നെ കണ്ടത് മറ്റേ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഓന്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഇഗുവാന. അത് ആ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതവിടെ താഴെ ഇരിക്കണുണ്ട്, അതാണ് സാധനം. ഇഗുവാന ഓന്ത എന്താണ്ട് സാധനമാണ് കേട്ടോ. അപ്പം അവിടെ അതിൻ്റെ മുകളിലേക്ക് ഒരെണ്ണം വലിഞ്ഞെറുപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൂടി നടന്നു പോകണത്തേക്കും അവിടെ ഒരു ഗുഹ കാണിച്ചു തരാം കേട്ടോ. എനിക്കത് കാണത്തേക്കും വേഗം ഓർമ്മ വന്നത് പിന്നെ കുട്ടേട്ട അതന്നെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവ് അവരെടുത്ത് ഇവിടെ കൊണ്ടുപോയി പണിഞ്ഞു വെച്ചതായിട്ട്. പിന്നെ അവിടെ നമ്മൾ കണ്ടൊരു വലിയൊരു അടിപൊളി ഐസ്ക്രീം കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഐസ്ക്രീം. അതിനോട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഇത് നമ്മുടെ ആനിമൽ അവിടെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിലാണ് നമ്മുടെ ക്രൊക്കഡൈലുള്ളത്. ക്രൊക്കഡൈൽ. അപ്പോൾ അവിടെ നല്ല നൈസ് ജൈൻറ്റ് മുതലുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്രായമായിരുന്നു തോന്നുന്നത് അതിന്. അവിടെ നിന്ന് നീന്തി തന്നെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
നമുക്കിത് അവിടെ ഒരു ചില്ല് പോലെ കൂടുണ്ട്. കുറെ കുഞ്ഞു മീനുണ്ട്. ചിലപ്പോ നമ്മുടെ കോഴിക്കാർപ്പ് വരെ ഉണ്ട്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ ഒരു മുതല കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ കോഴിക്കാർപ്പിന് ചിലപ്പോ ഒരു സാൻഡ് കാർപ്പ് വരും കേട്ടോ. മറ്റേ ഒരു വൈറ്റ് കളർ അവിടെ കിടക്കണതാണ് നമ്മുടെ സാധനം. ഇപ്പൊ ഒരു കാർപ്പ് വരും. അത് അടിപൊളിയാട്ടാ കാർപ്പ്. ഒരു നല്ല വാല് ഇത് കണ്ടത്. ഇത് എനിക്കിഷ്ടം. ചിലപ്പോ നമ്മുടെ ക്രൊക്കഡൈലിന് തിന്നാൻ ഇട്ട് കൊടുത്തതായിരിക്കാം നമ്മുടെ കാർപ്പിനെ. അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോ അതിനെ വളർത്താനിട്ടായിരിക്കാം. എങ്ങനെയാണെന്നറിയില്ല കറക്റ്റായിട്ട്. അപ്പൊ ഇപ്പൊ അത് അവിടെ മുതലവിടെ കരയിൽ കയറി കിടക്കും. ഇപ്പൊ ഞാൻ കാണിച്ചു തരും. അതേക്ക് അവിടെ ഫുള്ള് നീക്കി നോക്കിട്ടുണ്ട്. തന്നെ കരിമീനൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മുതലയുടെ സൈസ്. എന്റെ കയ്യില് എന്നെക്കാളും നല്ല സൈസ് ഉണ്ട്. കണ്ട അതിന്റെ നമ്മ ഒരു ചില്ല് കൂട് പോലത്തെ ഒരു സ്ഥലത്താണ്ടായിക്കണം. ചില്ല് കൂട് ഒരു കുടില് പോലെ എല്ലായിടത്തും ഓരോ സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊരു കുഞ്ഞു മുതലാണ് ഇതാ കിടക്കണത്. അടുത്താണ് നമ്മുടെ മയിൽ. അപ്പൊ ആ മയില് പീല് കൊടുത്തിട്ടുണ്ട്. ഇത് പീല്. അപ്പൊ നമ്മളെ കാലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അത്തേക്ക് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു. നമ്മ ഓർത്തത് ഇപ്പൊ പീല് വീഴ്ത്തി ആടെന്നും പറഞ്ഞ് നമ്മ അവിടെ കിടന്ന് മയിലെ വീല് വിടർത്തെന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കര ഇതായിരുന്നു. എല്ലാരും കൂവെന്നൊക്കെ എല്ലാരും അവിടെ കിടന്ന് വീല് വിടർത്തായിട്ട് കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണെങ്കിൽ അവിടെ കുണുങ്ങി നടക്കിയത് കേട്ടോ. പീല് പോലും വിടർത്തില്ലായിരുന്നു. അതേക്ക് മഴ പെയ്തത്തേക്ക് അത് അങ്ങോട്ട് പോയി ഒറ്റ ഓട്ടത്തിന് അവിടുത്തെ ഒരു മരത്തിൽ കയറി. അപ്പൊ ഇത് അവിടെയൊക്കെ ഒരു ലവ് ആർച്ച്. അതിന് നമ്മുടെ വൈൽഡ് ആനിമൽസിന്റെ സെക്ഷൻ. ഒരു മാനല്ലേ? അതന്നെ മാൻ. മറ്റേ പുള്ളി മാൻ. അതിന്റെ കാലിൽ ഇതാണ്ട് കുഴപ്പമുണ്ട് കേട്ടോ. നടക്കാൻ പറ്റത്തില്ല അതിന്. അത് തന്നെ കൊമ്പൊക്കെയുള്ള മാനാട്ടോ ഇത്. അവിടെ പുല്ലിട്ട് കൊടുത്തേക്കേട്ടോ അതിന്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കഴുതമാനാട്ടോ. കഴുതമാന എന്നല്ല എൻ്റെ ശരിക്കുള്ള പേര്, ഞാൻ മറന്നുപോയി. എൻ്റെ പേര് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിന് പുല്ല് കൊടുക്കണ കാഴ്ചയാണ് അപ്പോൾ ഇവ കാണുന്നത്. നമ്മുടെ അടുത്തൊക്കെ വന്നായിരുന്നത്, അത് പക്ഷെ കിട്ടിയില്ലായിരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പേര്. എന്താണ് അപ്പോൾ ജാനി നടന്ന് വിഷമിച്ചൊന്നിരിക്കട്ടതേ. അപ്പോൾ അങ്ങനെ ഇരിക്കാനായിട്ട് പ്ലേസ് ഒക്കെ ഉണ്ട്. അത് തന്നെ. അപ്പോൾ കുരങ്ങ നിൽക്കുന്നുണ്ട്, ഒരു മങ്കി. വേണ്ട അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടും മറ്റേ അവിടെയൊക്കെ മരത്തിൽ കുറെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് ആടാനായിട്ടാണ്, അതിന് ആടാനായിട്ടാണ് നീ കുഞ്ഞാല് കണ്ട. അതെ രണ്ടെണ്ണം ഗുണമുണ്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാനായിട്ട്. പിന്നെ അതേ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇനി അടുത്ത് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്താണ്? അല്ലേ പിന്നെ അവിടെ നിന്ന് ഒരാൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് തന്നെ കണ്ട. അയാൾ ഭയങ്കര ഇതിലാണ് വന്നത്. അതെങ്കിൽ വന്നത്തേക്ക് അയാളുടെ വിധന്മാറി അയാളവിടെ ഒരു ഒറ്റ അതന്നെ വിശ്രമം. അയാളവിടെ വന്ന ആറ്റിറ്റ്യൂഡ് കണ്ടുവരുന്നു. പക്ഷെ ഇവിടെ എന്തെങ്കിലും പാവം അത് ഉറങ്ങിപ്പോയിട്ടോ. അപ്പൊ പിന്നെ അതുപോലെ നമ്മ ഒരു മയിലിനെ അടുത്ത് കണ്ടായിരുന്നു. അടുത്ത് അപ്പൊ ഇത് പീലില്ല. അപ്പൊ നമ്മ ആരാടെ എന്റെ ഫോട്ടോ എടുക്കണം പറഞ്ഞാണ് അത് എന്റെ നോട്ടം. എന്നിട്ട് നമ്മ അങ്ങോട്ട് അടുത്തേക്ക് എന്തേക്ക് നമ്മളെ കൊത്താനായിട്ടുള്ള മൈൻഡ് ആയിട്ടാണ്. ആള് ശരിയല്ല. അതുകൊണ്ട് നമ്മ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി അപ്പോഴത്തേക്ക് നമ്മ നേരെ എന്നാണെങ്കിൽ അത് അവിടെ ഒരാളുടെ ചെവിയുണ്ട്. അത് നമ്മുടെ വേറെ ഇതല്ല, നമ്മുടെ ടൈഗറാണ്. അത് നമ്മ അടുത്ത് കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ ടൈഗർ. അപ്പൊ ഇത് പട്ടിയോ പൂച്ചയോ അല്ല, ടൈഗറാണ്. പുലി കണ്ട, അതും വരയം പുലി. പോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അതെ. പിന്നെ മറ്റേ നമ്മുടെ ബാഹുബലി സിനിമയില് അതന്നെ. അതെ. പിന്നെ നമ്മ അവിടെ നിന്ന് നടന്ന് നമ്മ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടത് അവിടെ. അത് നമ്മള് തന്നെയാണ് വണ്ടിയൊക്കെ ഇടണം. നമ്മൾ എൻട്രിയിൽ തന്നെ ആ സ്ഥലത്തേക്ക് പോകാനായിട്ടാണ്.
നമ്മള് കൊറേ ഇത് കണ്ട ഞാൻ ഓർത്ത് ഇവിടെയാണോ എന്റെ തന്നെ പുലുപുല്. ആ കറക്റ്റ് അതുപോലെ കേട്ടാ. അതേ കണ്ട കാണാൻ തന്നെ നമുക്ക് പേടിയാണ്. അവിടെ കൂടെ ഒരു ബ്രിഡ്ജ് പോലത്തെ സാധനമുണ്ട്. അവിടെ വഴി അപ്പൊ നമ്മൾ നടന്നു പോണത്. കൊറേ നടപ്പുണ്ട്. ഇറക്കം ഇതാണ്. ഇറക്കവും ഗേറ്റും ഉണ്ട്. അതെ നല്ല വൈബാട്ടോ. പക്ഷെ നടക്കുമ്പോഴത്തേക്കും ആരാണ്ട് നമ്മളെ ബാഗിൽ പിടിച്ച് ഉന്തണ പോലെ അവിടെ ഒരു കൂട്ടം എമു ഉണ്ട്. എമു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം എന്താ വേണ്ട ഒട്ടകപ്പക്ഷിയുടെ വേറൊരു അത് തന്നെ സംഗതി. അപ്പൊ അതിന്റെ ഒരു കൂട്ടം എന്താ ഈ മരം കണ്ട നല്ല രസമുണ്ട് കേട്ടോ. കൊറേ റെഡ് പൂക്കൾ. ഇതിലാണ് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മ ആദ്യം കണ്ടത് ആദ്യം ഓർത്ത് മറ്റേനാ ഒരു കുളം പോലെ വെള്ളച്ചാട്ടം കേട്ടോ. പക്ഷെ പിന്നെ നമ്മ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ കേട്ടാ നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടത്. അങ്ങനെ അത് അവിടെ മുങ്ങി കുളിക്കായിരുന്നു. പക്ഷെ നമ്മ അന്നത്തേക്ക് അതിനെ കണ്ടില്ലായിരുന്നു. ഇതേ ഒരു ഒട്ടകപ്പക്ഷി കേട്ടോ നിക്കണത്. അതെ ഇതൊക്കെ ഇതാണ് നമ്മുടെ മാൻകുട്ടി. അത് തന്നെ അവിടെ ഒരു മാൻ നിന്ന് തന്നെ പുല്ല് തന്നെ കേട്ടോ. പുല്ല് നല്ല രസമായിരുന്നു അതിനെ കാണാനായിട്ട്. നമ്മളെ വീട്ടിൽ ഇനി അമ്മ അപ്പൊ ഒരു കാട്ടില് ഫുഡ് കഴിക്കാൻ അറിയാം. അപ്പൊ ഇത് മറ്റേ അതിരപ്പള്ളിയിലേക്ക് പോണ വഴി കേട്ടോ. അപ്പൊ അവിടെ മറ്റേ ആനയൊക്കെ ഇറങ്ങുന്നപ്പോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മ പിന്നെ മഴക്കാലം ഉണ്ടായിരുന്നല്ലോ നല്ല. പക്ഷെ അവിടെ നിന്ന് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് കണ്ട ഞങ്ങൾ ഓർത്ത് ആനയെന്നും പറഞ്ഞ ആദ്യം പേടിച്ചത്. അപ്പൊ പട്ടിനൊക്കെ പിന്നെ മനസ്സിലായത് അവിടെ ബോർഡുണ്ട്. ഇനി നമ്മ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മഴയുണ്ട്, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഈ ഡാൻസ് കൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ മറ്റേ എന്നാ കേട്ടോ മല്ലികമാരുടെ പിന്നെ അടുത്ത വീഡിയോ നമുക്ക് കാണാട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ. Baby, I know all your secrets, but you tell me still